ഇവിടെ ഉണ്ടായിരുന്നോ? ഭാഗ്യം. ശാന്തോറേ, പൊക്കളയല്ലേ? സാറൊരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? ക്ലാര കുഞ്ഞ് സ്ഥലം വിടാൻ പോവുക. എവിടേക്ക്? ജർമ്മനിയിലേക്ക്. മൈക്കിളിന്റെ കൂടെ ജർമ്മനിക്ക് പോകാനുള്ള പരിപാടിയില്ല. ആ കൊച്ചിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആരെ? സ്നേഹമോളെ? ആ, സ്നേഹമോളെയും കൊണ്ട് ക്ലാര കുഞ്ഞ് ഉടൻ തന്നെ ജർമ്മനിയിലേക്ക് പോകും. സംഗതി പരമ രഹസ്യമാ സാറേ. താനിതെങ്ങനെ അറിഞ്ഞത്? മദറുമായി ഈ വിഷയം സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാ സാറേ. കർത്താവാണ് സത്യം. എല്ലാരെയും പറ്റിച്ചിട്ട് സ്നേഹക്കുഞ്ഞുമായിട്ട് കടന്നു കളയാൻ അവൾ അനുവദിക്കരുത് സാറേ. സാറേ, ഞാനും കൂടെ കയറിക്കോട്ടെ? വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി തന്നാ മതി. വലിയ ഉപകാരം സാർ. ആ ഫിലിപ്പോസും പോയി കളഞ്ഞില്ല മോളെ. അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് അവനോട് ചോദിക്കായിരുന്നു. കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ആ മോളുകുട്ടിയെ, ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം തൽക്കാലം ആരോടും പറയണ്ട. പ്രത്യേകിച്ച് ക്ലാരയോട്. മനസ്സിലായല്ലോ? ഇരുട്ടുന്നതിന് മുമ്പ് എത്തില്ലേ? എന്തോ ചോദ്യം, ഒരു വഴിക്ക് പോകുന്നല്ലേ. എന്തൊക്കെ. ആ പിന്നെ ക്ഷമിക്കണം സാർ, എല്ലാവരുടെയും കണ്ണിൽ ഞാനിന്നൊരു അവശകനമാണെന്നറിയാം. എങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്നതാണ് ഇത്? താൻ എന്തൊക്കെ ഈ പറയുന്നത്? സാർ, സാറിൻ്റെയും ആൻറ്റിയുടെയും ഒക്കെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ഓ, അതൊന്നും സാരമില്ലടോ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങളും തന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലോ. ന്യായീകരണങ്ങൾ ഉണ്ടായാൽ പോലും തെറ്റ് തെറ്റല്ലാതാകില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ വന്നത് മറ്റൊരു അപേക്ഷയുമായിട്ടാണ്. സാറ് വിചാരിച്ചാൽ മാത്രമേ ഇനി എന്നെ സഹായിക്കാൻ കഴിയൂ. എന്നതാടോ? ക്ലാര എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മൈക്കിളിനോടൊപ്പം ജർമ്മനിക്ക് പോകാൻ തുടങ്ങുകയാണ്. അത് അനുവദിക്കരുത്. സാറ് തടയണം. എൻ്റെ കുഞ്ഞ് അവരോടൊപ്പം പോയാൽ പിന്നീട് ഒരിക്കലും അവളെ എനിക്ക് കിട്ടിയില്ലെന്ന് വന്നേക്കാം. സാറും ആൻറ്റിയും ഒന്നും ഒരിക്കലും അതിന് കൂട്ടി നിൽക്കരുത്. ശ്യാം, ഞങ്ങളാകെ ധർമ്മസങ്കടത്തിലാണല്ലോ. തനിക്കറിയാവല്ലോ, തകർന്നു പോയി എന്ന് കരുതിയിരുന്ന ഞങ്ങളുടെ മകളുടെ ജീവിതം വീണ്ടും തളർക്കാൻ പോകുന്ന കണ്ട് ആഹ്ലാദിക്കുകയായിരുന്നു ഞങ്ങൾ. അതിന് തൻ്റെ കുഞ്ഞൊരു നിയോഗമാവുകയായിരുന്നു. അവിടെ ഞങ്ങൾ ഒരല്പ സ്വാർത്ഥരായി പോയടോ. പപ്പയും മമ്മിയും അല്ലേടോ ഞങ്ങൾ. മൈക്കിളും വല്ലാത്തൊരു പ്രതീക്ഷയിലാണ്. ഒക്കെ വീണ്ടും തകരുകയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സാർ? എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിലും സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ സാറാണെങ്കിലും തയ്യാറാവോ? ആൻറ്റി തയ്യാറാവോ? ഇല്ല, അറിഞ്ഞുകൊണ്ട് ആരും അതിന് തയ്യാറായില്ല. പക്ഷേ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ശ്യാം. ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല. അവൾക്കെന്നും അവളുടെ തീരുമാനങ്ങൾ മാത്രമാണ് വലുത്. തനിക്കതറിയാവല്ലോ. അപ്പോൾ സാറ് കൈമലർത്തുകയാണല്ലേ? മകൾക്ക് കൂട്ടുനിന്ന് ന്യായീകരിക്കുകയാണല്ലേ? അല്ല ശ്യാം, എൻ്റെ സിറ്റുവേഷൻസ്, നിസ്സഹായത, അതും അല്ലെങ്കിൽ എൻ്റെ ബലഹീനത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി സാർ, സാർ വിഷമിക്കണ്ട. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയും വേണ്ട. പക്ഷെ ഒന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചു പോയാൽ പിന്നെ അതേക്കുറിച്ചൊന്നും സാർ എന്നോട് ചോദിക്കരുത്. ശ്യാം, ശ്യാം,
ക്ലാര ഒന്ന് നിന്നേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് ക്ലാരയ്ക്ക് തന്നെ അറിയാമല്ലോ. എന്റെ കുഞ്ഞിനെ അവൾ വേണോ എനിക്ക്? ദേ മിസ്റ്റർ, ഇതേക്കുറിച്ച് നിങ്ങൾ ഇനി മേലാൽ എന്നോട് സംസാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. ക്ലാര പറഞ്ഞു ഒന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നാലെ ഇങ്ങനെ വീണ്ടും കൂടിയിരിക്കുന്നത്? ക്ലാര ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അതാവും നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത്. എനിക്കൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾ വഴിമാറിക്കേ. ഇല്ല, എത്ര കാലം ക്ലാരയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും? എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റി മാറ്റി നിർത്താൻ കഴിയും? മരണകാലം വരെ. എന്താ പോരെ? അപ്പോ സ്നേഹ എന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം ക്ലാരയെ അംഗീകരിക്കുന്നുണ്ടല്ലേ? നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? എന്തൊക്കെയോ അങ്ങ് ചെയ്ത് കളഞ്ഞേക്കുമെന്ന് എന്റെ മുന്നിൽ വന്ന് വീമ്പിളക്കിയിട്ട് പോയ ആളല്ലേ. എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വഴി നോക്ക്. ആ സമയം കൊണ്ട് എന്റെ കുഞ്ഞുമായി മൈക്കിളിനോടൊപ്പം ജർമ്മനിയിലേക്ക് രക്ഷപ്പെടാമല്ലോ, അല്ലേ? ഇല്ല ക്ലാരെ, തനിക്കതിന് കഴിയില്ല. ഞാൻ ജീവനോടെ ഉണ്ടാവുമെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. അതെ, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ക്ലാരയുടെ ഉദ്ദേശങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമുക്ക് കാണാം. കാണാം. ശ്യാമിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് എനിക്ക് ഈ വിഷയത്തിൽ താങ്കളെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക എന്നതാണ്. സാറ്, മദർ മാർഗരറ്റിനെ ഒന്ന് കാണണം. വിഷയത്തിന്റെ സീരിയസ്നെസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് പോലീസ് മുറയിൽ ഒരു വിരട്ട്, അതല്ലേ ശ്യാം ഉദ്ദേശിച്ചത്? അല്ല സാർ, നിയമപരമായുള്ള നീക്കത്തിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഒരുപക്ഷെ ഒരു റീതിങ്കിങ് ഉണ്ടാവുകയാണെങ്കിലോ? നോ ശ്യാം, പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോഴും മദറിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. മദർ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറയാനുള്ള അവകാശം അതിൻ്റെ അമ്മയ്ക്ക് മാത്രമാണല്ലോ. ശ്യാമിന് അവകാശം ഉന്നയിക്കാൻ മാത്രമേ കഴിയൂ. അത് അംഗീകരിക്കപ്പെടേണ്ടത് രേണുകയിലൂടെയാണ്. സാറും മദറിനെ ന്യായീകരിക്കുകയാണല്ലേ? തെളിവുകളല്ലേ ശ്യാം മുഖ്യം? തെളിവുകളുണ്ടല്ലോ സാർ. സ്നേഹ എന്റെ മകളാണെന്ന കാര്യം തരകൻ സാർ പോലും സമ്മതിച്ചതല്ലേ? തരക സാർ മാത്രമല്ലേ സമ്മതിച്ചിട്ടുള്ളൂ, അതുകൊണ്ടായില്ലല്ലോ. ശ്യാമിന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? ആവേശവും എടുത്തിയാട്ടവും കാണിക്കാതെ വേണ്ടതുപോലെ ആലോചിച്ച് പ്രവർത്തിക്കുക. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? സ്നേഹ ശ്യാമിൻ്റെ കുഞ്ഞാണെന്ന സത്യം അംഗീകരിക്കേണ്ട ഒരേ ഒരാൾ രേണുകയാണ്. രേണുകയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധിക്കില്ലല്ലോ. പിന്നെ ഇക്കാര്യം അറിയാവുന്നവർ മദർ മാർഗരറ്റും ക്ലാരയുമാണ്. അവരിത് അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ശക്തമായ തെളിവുകളുടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ശ്യാമിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ആദ്യം അതിനുള്ള വഴികൾ ആലോചിക്കുക. അതിന് ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? രേണുക പ്രസവിച്ചത് ചെന്നൈയിൽ വെച്ചാണ്. മദർ മാർഗരറ്റും ക്ലാരയും അതിന് സാക്ഷികളുമാണ്. അങ്ങനെയെങ്കിൽ ആദ്യം തുടങ്ങേണ്ടുന്നതും ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയല്ലേ? ഫർദർ സ്റ്റെപ്സ് കോർട്ട്, പിന്നെ വേണ്ടി വന്നാൽ ഒരു DNA ടെസ്റ്റ്. പോയിട്ട് കണ്ടോ? ആരെ? ആരെ കാണാനാ പോയത്? രേണുകയുടെ ശാലിനിയുടെ ഒന്നും കാര്യമല്ല ഞാൻ ചോദിച്ചത്, പൊന്നുമോടെ കാര്യമാ. കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? ഞാൻ താരാട്ടുപാടി ഊട്ടി ഉറക്കായിരുന്നല്ലോ. അതിനൊക്കെ വേറെ ഒരുപാട് പേരില്ലേ ഗംഗമോളെ? ക്ലാരയും അരുന്ധതിയും അനിയത്തിയും എന്ന് വേണ്ട. ആ കൊച്ചിന്റെ ഒരു ഭാഗ്യമേ. തള്ളക്ക് ഭ്രാന്ത് പിടിച്ച് കിടന്നാലെന്താ? ഊട്ടി വളർത്താൻ അച്ഛന്റെ ഗോപികമാരിങ്ങനെ നിരനിരയായിട്ട് നിൽക്കല്ലേ? വേണ്ട വേണ്ട,
കടിച്ചു പൊട്ടിക്കൊന്നും വേണ്ട. ഉള്ളത് പറഞ്ഞ എന്തിനാ ഇങ്ങനെ കൊഞ്ഞിനെ കുത്തി കാണിക്കുന്നേ? അസുഖ വിവരം പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്കപ്പിറന്നാളായിട്ട് വഴിപാട് കഴിക്കാൻ അമ്പലത്തിൽ പോയ ആളാ. ബേബി വന്നപ്പോഴാണ് ഞാൻ അറിയുന്ന ആശുപത്രിയിലാന്ന്. കാണാൻ ചെന്നപ്പോ ആ നഴ്സുമാർ സമ്മതിക്കുന്നുമില്ല. ഐസിയുലായോണ്ടാ സമ്മതിക്കാത്തെ. അമ്മയ്ക്കൊന്നുമില്ല, ഒരു ചെറിയ പനി അത്രേ ഉള്ളൂ. ക്ഷീണം മാറാൻ വേണ്ടിട്ടല്ലേ ഐസിയുയിൽ കിടത്തിയിരിക്കുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അസുഖം വന്നപ്പോലും ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല അമ്മ. വീട്ടുകാരെ നോക്കാൻ ബേബി ഉണ്ടേ, പിന്നെ അത്യാവശ്യം ഞാനും ഇല്ലേ. എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ മേലെ അമ്മയ്ക്ക്. നാട്ടുകാരായിട്ട് ആർക്കാ ചീത്തപ്പേര്? നാട്ടുകാരുടെ കാര്യം പോട്ടെ, എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എനിക്ക് പിന്നെ ആരാ ഉള്ളേ? മദറെ, എനിക്ക് പിന്നെ ആരാ ഉള്ളേ? പറ, ആരാ ഉള്ളേ? മോള് കിടന്നു, അമ്മ വരും. അമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, മദറല്ലേ പറയുന്നത്. കിടന്നു. അമ്മ വരുവോ? ആ വരും. അമ്മ വരും. അമ്മയുണ്ടല്ലോ. അമ്മ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, വയ്യ എനിക്ക്. എല്ലാം മാറിക്കോളും മോളെ. മോള് കണ്ണടച്ച് കിടന്നു, ഉറങ്ങിക്കോ. ആ അമ്മയുണ്ടല്ലോ. മോൾ ഉറങ്ങിക്കോ. ആ ഇരിക്കും മദർ. ആരാ ഈ ബേബി? ടീച്ചറിന്റെ വീട്ടിലെ പഴയ ഒരു ബാല്യക്കാരിയാ. വെറുമൊരു ബാല്യക്കാരി മാത്രമല്ലായിരുന്നു, അവർ ടീച്ചറിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി കൂടിയാ. അവരിപ്പോ എവിടെയുണ്ട്? മോനോടൊപ്പം ഡൽഹിയിലോ മറ്റോ ആണെന്നാ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത്. വേണ്ടപ്പെട്ടവരുടെ പരിചരണം, സാമീപ്യം, അതാണ് ഇനി രേണയ്ക്ക് ആവശ്യം. അമ്മയില്ലാത്ത സ്ഥിതിക്ക് ഇനി സ്നേഹമോളെ എപ്പോഴും അടുത്തുകൊണ്ടൊന്ന് നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്തായാലും ശ്യാം കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ. ആ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാതിരിക്കില്ല. സ്നേഹമോളെ പൂർണ്ണമായും ശ്യാമിനെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. രേണുകയ്ക്കും അത് ഇഷ്ടമാവില്ല. മെഡിസിൻ വാങ്ങാൻ പോകുന്നത് മീനാക്ഷിയാണോ? ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന പർച്ചേസൊക്കെ നടത്തുന്നത് മീനാക്ഷിയാ. മീനാക്ഷി പൊയ്ക്കോളൂ. ആ മീനാക്ഷി, രേണുകയെ ഉണർത്താൻ നോക്കണ്ട. ആഹാരം മരുന്നുമൊക്കെ ഉണർന്ന ശേഷം മതി. ആ അനന്തുവിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. തരം കിട്ടിയ രേണുകയുടെ അടുത്ത് പോയി ബഹളം ഉണ്ടാക്കും.
മീനാക്ഷിയുടെ ചികിത്സയൊക്കെ എന്തായി? ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. അല്പ താമസം ഉണ്ടായാലും സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ വസുന്ധര ഉറപ്പ് തന്നിട്ടുണ്ട്. ശ്യാമേട്ടാ, ഗിരി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്? എന്താ അവന്റെ ഉദ്ദേശം? എനിക്കറിയാം, എന്നെ തോപ്പിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ആ വീട് വിട്ട് ഇങ്ങോട്ട് പോരില്ലല്ലോ. ഈ അവസ്ഥയിൽ ഇങ്ങനെ വാടക വീടുകൾ തോറും കയറി ഇറങ്ങി അലയില്ലല്ലോ. ഒരു വീഴ്ച ഉണ്ടാവുമ്പോഴല്ല ഇങ്ങനെ വാശിയും വൈരാഗ്യവും കാട്ടേണ്ടത്. നീ അതിന് കൂട്ടി നിൽക്കുകയാണോ ശാലു? എന്താ ഏട്ടാ ഇത്? അനുസരിക്കാനല്ലാതെ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ? ശ്യാമേട്ടൻ വാ. മോള് ഏട്ടൻ മോളെ കണ്ടോ? എപ്പോഴോ ഒന്ന് കണ്ട ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. ഏട്ടനെ അവളുടെ അച്ഛനെന്ന് അവൾക്കറിയോ? ഏട്ടനെന്തൊന്നും പറയാത്തെ? എന്താ ഏട്ടാ? ഞാൻ എന്ത് പറയാനാ ശാലു? അവളാണ് എന്റെ മോളെന്നറിഞ്ഞതിന് ശേഷം എനിക്ക് അവളൊന്ന് കാണാൻ കൂടി കഴിഞ്ഞിട്ടില്ല. അതെന്താ ഏട്ടാ? അതെങ്ങനെയാ ശാലു? എനിക്കൊരു സമാധാനമില്ല. ആ, ഗംഗേച്ചി വന്നിരുന്നു, കഞ്ചനാമ ഉണ്ടായിരുന്നു. ഗിരിയേട്ടനോട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഗിരിയേട്ടൻ ആകെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നത്. ഗിരിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലും ശ്യാമേട്ടൻ മറുത്തൊന്നും പറയാൻ നിൽക്കണ്ട. ശ്യാമേട്ടൻ വാ. വാ ശ്യാമേട്ട. നിക്കേ, അവിടെ നിന്നാ മതി, അടുത്തേക്ക് വരണമെന്നില്ല. ഗിരിയേട്ട എന്താ ഇത്? മിണ്ടരുത്, ചത്തോന്നറിയാൻ വന്നതാവും. ചത്തിലെന്ന് പറഞ്ഞേക്ക് നിന്റെ ഏട്ടനോട്. ഗിരിയേട്ട എന്താ ഇത്? എന്താടി നിനക്ക് നൊന്തോ? എങ്കിൽ താലവും നിലവിളക്കും വെച്ച് എതിരേറ്റിരുത്തടി. പക്ഷെ അതിനു മുമ്പ് എന്നെ ജീവനോടൊന്ന് കൊളുത്തിയിട്ട് വേണം. ഗിരിയേട്ട എന്ത് ഭ്രാന്തൊക്കെയാ പറയുന്നത്? ശാലു വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ഗിരി, താലവും നിലവിളക്കൊക്കെ വെച്ച് നീ എന്നെ സ്വീകരിച്ചിരുത്തിയത് മറന്നോ? അന്നൊന്നും ഞാനത് ആവശ്യപ്പെട്ടിട്ടായിരുന്നില്ല എന്നുള്ള കാര്യം മറന്നിട്ടുണ്ടാവില്ല. അന്ന് നിനക്ക് നിന്റെ കാര്യം മാത്രമായിരുന്നു വലുത്. ദാ ഇവളെ സ്വന്തമാക്കുക എന്നുള്ള കാര്യം മാത്രം അല്ലെന്ന് പറയാമോ? പകരം ഞാൻ തന്നത് എന്റെ ജീവിതമാണ്. അത് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതത്തെ ഓർത്ത് മാത്രമായിരുന്നില്ലേ? ആയിരിക്കാം, പക്ഷെ അതുകൊണ്ട് എന്റെ പെങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടോ? ഇന്ന് നരയിക്കല്ലേ അവള്? അതിന്റെ ഉത്തരവാദി നിങ്ങളല്ലേ? ഞാനോ? നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ ഫലമായിരുന്നില്ല എല്ലാം. എല്ലാം നീയായിട്ട് വരുത്തി വെച്ചതല്ലേ? ഓഹോ, അപ്പൊ തെറ്റുകാരൻ ഞാനാണല്ലേ? എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ മാത്രമാണല്ലേ? എന്താ അല്ലെന്ന് പറയാമോ? എല്ലാം അവസാനിപ്പിച്ചിട്ടാ ഞാൻ നിന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയത്. വീണ്ടും എല്ലാത്തിനും തുറക്കിട്ടതും നീ തന്നെയാണ്. എന്ത് അവസാനിപ്പിച്ചെന്നാ നിങ്ങളീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞെങ്ങനെ തിരിച്ചു വന്നു? അവളെ വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാ നെട്ടോട്ട് ഓടുന്നേ? പൂർവ്വകാമികയുടെ പിറകെ വീണ്ടും എന്തിനിങ്ങനെ നടക്കുന്നു? എന്റെ ഗംഗേച്ചി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ണീരുടിപ്പിക്കുന്നേ? എല്ലാം നിങ്ങൾ അവസാനിപ്പിച്ചോണ്ടാണോ? ആണോ? ഗിരിയേട്ട മതി. എന്തിനാ നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ? പറയട്ടെ ശാലു, എന്തു വേണമെങ്കിലും അവൻ പറഞ്ഞോട്ടെ. എല്ലാ തെറ്റുകളും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. എന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്നും തെറ്റുകാരൻ ഞാൻ മാത്രമായിരുന്നല്ലോ. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ കുറ്റസമ്മതം നടത്തിയതുകൊണ്ടോ സ്വയം സഹതപിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. തിരുത്താൻ തയ്യാറാവണം. അതിന് കഴിയോ നിങ്ങക്ക്?
കഴിയില്ലല്ലേ? എനിക്കറിയാം, നിങ്ങൾക്കതിന് കഴിയില്ല. രേണുകയും കുഞ്ഞിനെയും മറക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ പെങ്ങൾ നരയിക്കുകയാണെന്ന്. അപ്പൊ എന്റെ പെങ്ങളോ? അവൾ അനുഭവിക്കുന്നതിന്റെ ഒരു അംശമെങ്കിലും നിങ്ങളുടെ പെങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടോ ശാലു? ഇത്തരം പ്രവൃത്തികൾ എന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു? നിന്റെ ഈ ഏട്ടൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? നിങ്ങളുടെ പെങ്ങൾ എനിക്ക് വേണ്ടി നരയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു പോവാം. അതല്ലെങ്കിൽ മേലിൽ നിങ്ങൾ ഇവിടെ വരരുത്. ഗിരിയേട്ടാ, ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് ജീവിച്ചോളാം. ശ്യാമേട്ടാ, ശ്യാമേട്ടാ, ഗിരിയേട്ടൻ പറഞ്ഞൊന്നും ശ്യാമേട്ടൻ കാര്യാക്കല്ലേ. ഗംഗേച്ചിയും കഞ്ചനാമയും വന്ന് ഓരോന്ന് പറയുന്നത് കേട്ടാവും ഗിരിയേട്ടൻ. സാരമില്ല ശാലു, പറഞ്ഞത് ഗിരിയല്ലേ, സാരമില്ല. എന്ന് കരുതി ശ്യാമേട്ടൻ വരാതിരിക്കരുത്. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ ശ്യാമേട്ടൻ അറിയാലോ ഗിരിയേട്ടനൊരു പാവ. ശ്യാമേട്ടാ, ഒന്നോർക്കുമ്പോ ഗംഗേച്ചിയുടെ കാര്യം കഷ്ടല്ലേ ശ്യാമേട്ടാ? പാവം, എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നേ? നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? അങ്ങനെയല്ല ശ്യാമേട്ടാ, കുഞ്ഞിന്റെ കാര്യം പോലെ അല്ലല്ലോ രേണുകയുടെ കാര്യത്തില്. നീയും അങ്ങനെയാണോ ശാലു കരുതിയിരിക്കുന്നത്? എല്ലാവരും ധരിച്ചിരിക്കുന്ന പോലെ രേണുകയോട് എനിക്കൊന്നുമില്ല. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എങ്കിലും ഗംഗേച്ചി ഒരിക്കലും ഇതിന്റെയൊക്കെ പേരിൽ ദുഃഖിക്കാൻ ഇടവരരുതെന്ന് എനിക്കുള്ളൂ.